ലിറ്റിൽ മേൻ ടേറ്റ് എന്നുപേരുള്ള ഒരു സിനിമ ഒരമ്മയും മകനും തമ്മിലുള്ള മനോഹരമായ സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒന്നാണ്. 1991 സിനിമയാണിത്. ഒരു സാധാരണക്കാരിയായ അമ്മയും അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള 7 വയസ്സുകാരനായ ഒരു മകനും തമ്മിലുള്ള ബന്ധമാണ് ഈ സിനിമയിലുടനീളം വിവരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് മകൻ്റെ ഒരു വോയിസ് ഓവറോട് കൂടിയാണ്. അവൻ പറയുന്നത് എങ്ങനെയാണ്: ഞാൻ ജനിച്ച് ആദ്യത്തെ 2 ആഴ്ച അമ്മ എനിക്ക് പേരൊന്നും ഇട്ടില്ല. കാരണം എനിക്ക് എന്ത് പേര് നൽകണമെന്ന് അമ്മയ്ക്കറിയില്ലായിരുന്നു. പിന്നീട് അമ്മ എനിക്ക് ഫ്രെഡ് എന്ന പേര് നൽകി. ആ പേര് ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിനും ഇതിനു മുമ്പ് ആരും നൽകിയിട്ടില്ല എന്നായിരുന്നു അമ്മ പിന്നീട് അതിന് പറഞ്ഞ എന്നാണ് സിനിമ തുടങ്ങുമ്പോൾ ഇവൻ പറയുന്നത്. ഇവൻ്റെ അമ്മയെ വിളിക്കുന്നത് അമ്മയുടെ പേര് തന്നെയാണ്. മമ്മി എന്നൊന്നും അല്ല വിളിക്കുന്നത്. അമ്മയെ വിളിക്കുന്നത് ഡി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് അമ്മയും മകനും ജീവിച്ചു പോവുകയാണ്. മകൻ്റെ പ്രത്യേകത, അവൻ അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതാണ്. അവന് ഫിസിക്സിൽ, കണക്കിൽ ഒക്കെ വലിയ അഗാധമായ പാണ്ഡിത്യമാണ് ഈ കേവലം 7 വയസ്സുള്ളപ്പോൾ തന്നെ ഉള്ളത്. എന്ന് മാത്രമല്ല, അവൻ വലിയൊരു വായനക്കാരനാണ്. വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്നുള്ളതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ഹോബികളിലൊന്ന്. അതുപോലെ തന്നെ പിയാനോ വായനയിലും അവൻ സാധാരണക്കാരായ കുട്ടികളിൽ നിന്നും ഒത്തിരി ഉയർന്ന ലെവലിലാണ്. അങ്ങനെയുള്ള ഈ പയ്യൻ ഒരു സാധാരണ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവൻ്റെ ഈ അസാമാന്യമായ ബുദ്ധിശക്തി കൊണ്ട് തന്നെ മറ്റ് കുട്ടികളൊന്നും ഇവനോടധികം കൂട്ടുകൂടുന്നില്ല. പക്ഷേ ഇവനൊരു പാവം പയ്യനാണ്, നല്ല പയ്യനാണ്, ഓമനത്വമുള്ള ഒരു കുട്ടിയാണ്. വീട്ടിൽ വന്ന് ഇവൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയും. ഇവനും അമ്മയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ ഈ വലിയ ബുദ്ധിശക്തിയെക്കുറിച്ച് ചുറ്റുമുള്ള ആളുകളൊക്കെ അറിയുന്നത്. അവിടെ അടുത്ത് തന്നെ മറ്റൊരു സ്കൂളുണ്ട്. ബുദ്ധിമാന്മാരായ കുട്ടികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്കൂൾ. ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായ ജെയിൻ എന്നു പേരുള്ള പ്രൊഫസർ ഈ കുട്ടിയുടെ അസാമാന്യമായ ബുദ്ധിശക്തിയെപ്പറ്റി അറിയുകയും അവനെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അവനും അവൻ്റെ അമ്മയും കൂടി ആ സ്കൂളിൽ ചെല്ലുകയാണ്. ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് ഇവനുമായിട്ട് അല്പസമയം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ ജെയിന് മനസ്സിലായി ഇവൻ്റെ ബുദ്ധിശക്തിയുടെ ആധിക്യം എത്ര വലുതാണ് എന്ന്. അപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത്, ജെയിൻ എന്നു പേരുള്ള ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആഗ്രഹിക്കുന്നത്, ഇവനെ ബുദ്ധിമാന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഒരാഴ്ചത്തെ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഇവനെ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് ഈ ജെയിൻ എന്നു പേരുള്ള പ്രിൻസിപ്പാളിൻ്റെ ആഗ്രഹം. പക്ഷേ അമ്മയ്ക്ക് അത് സ്വീകാര്യമല്ല. കാരണം ഈ ഒരാഴ്ചയുള്ള ഈ പരിപാടിയിൽ ഇവൻ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ അമ്മയുടെ അടുത്തുനിന്ന് പോകണം, ജെയിൻ്റെ കൂടെ താമസിക്കണം. അതാണ്. അപ്പോൾ ഇവളിതിനെ സമ്മതിക്കുന്നില്ല. എൻ്റെ കുട്ടി എൻ്റെ കൂടെ വളർന്നാൽ മതി എന്നുള്ള ചിന്താഗതിയോടുകൂടി ഈ അമ്മ, ഡി എന്നുള്ള അമ്മ, മകനെയും കൂട്ടി തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ജന്മദിനം വരികയാണ്. ജന്മദിനം വന്നപ്പോൾ ഇവൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ജന്മദിനത്തിന് ക്ഷണിക്കുന്നു. പക്ഷേ ജന്മദിനത്തിന് അന്ന് വൈകിട്ട് ഇവർ കേക്കും ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരുന്നിട്ടും ഒരു കുട്ടി പോലും ഇവനെ കാണാൻ വന്നില്ല, ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വന്നില്ല. അതോടുകൂടി അമ്മയ്ക്ക് മനസ്സിലായി, ഇവൻ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഇവനോട് വലിയ സ്നേഹമൊന്നുമില്ല, ഇവന് കൂട്ടുകാരൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പം ഈ അമ്മ സമ്മതിക്കുകയാണ്. ജെയിൻ എന്ന് പേരുള്ള മറ്റേ സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ കൂടെ ഒരാഴ്ച ബുദ്ധിമാന്മാർക്ക് വേണ്ടി മാത്രമുള്ള ചില പ്രത്യേക പരിപാടികളിലും ഷോകളിലും പങ്കെടുക്കാൻ ഇവനെ അനുവദിക്കുകയാണ് അമ്മ. അങ്ങനെ ഒരാഴ്ചത്തേക്ക് ഇവൻ ജെയിനിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ജെയിനിൻ്റെ കൂടെ ബുദ്ധിമാന്മാരായ മറ്റ് കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട്. പക്ഷേ ഈ പയ്യൻ, നമ്മുടെ ഫ്രെഡ് എന്നുള്ള പയ്യൻ, ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. കാരണം അവന് മറ്റുള്ളവരോട് അധികം സംസാരിക്കാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവർക്ക് ഇവനോടധികം സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇവനൊരു നല്ല കുട്ടിയാണെങ്കിൽ പോലും. അപ്പോൾ ആ ബുദ്ധിമാന്മാരായ കുട്ടികളുടെ കൂടെ ഒരു 10-15 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. അവന് കണക്കിൽ അസാമാന്യമായ ജ്ഞാനമാണ്. അവനറിയാത്ത കണക്കില്ല, അവന് ചെയ്യാൻ സാധിക്കാത്ത കണക്കില്ല. പക്ഷേ അതുപോലെ തന്നെ അഹങ്കാരവും ഈ പയ്യനുണ്ട്. അങ്ങനെയുള്ള ഒരു ഷോയിൽ കണക്കിൻ്റെ കാര്യം വരുമ്പം ഈ ഫ്രെഡ് അറിയാതെ ഒരു ഉത്തരം പറഞ്ഞ് ഈ മറ്റേ പയ്യനെ തോൽപ്പിക്കുന്ന രീതിയിൽ എത്തുകയാണ്. അതോടുകൂടി അവന് ഇവനോട് ഭയങ്കര അരിശമാവുന്നു. മേലിൽ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അവൻ ഈ പയ്യനെ വാൺ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് ഫ്രെഡ് തനിക്ക് വേണ്ടി ഒരു കൂട്ടുകാരനെ അന്വേഷിക്കുമ്പോൾ ആരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഈ
മാത്തമാറ്റിക്സിലെ മജീഷ്യൻ എന്ന് വിളിക്കുന്ന ആ മുതിർന്ന പയ്യനുമായിട്ട് ഇവൻ കൂട്ടുകൂടാൻ ശ്രമിക്കുകയാണ്. അവൻ ഇവനോടും കൂട്ടാകുന്നു. അപ്പോൾ അവൻ ഈ ഫ്രെഡിനോട് വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവൻ പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു കാര്യം ഇതാണ്: നമ്മൾ മനുഷ്യരുടെ IQ ലെവലല്ല പ്രധാനപ്പെട്ടത്, നമുക്കുള്ള IQ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ അവൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ ലോകത്തിലെ റീസണബിളായിട്ടുള്ള മനുഷ്യരെല്ലാം ചുറ്റുമുള്ള ലോകത്തോട് അനുരൂപരായി ജീവിക്കാൻ ശ്രമിക്കും. എന്നാൽ റീസണബിൾ അല്ലാത്ത മനുഷ്യരൊക്കെ ഈ ലോകം തങ്ങളോട് അനുരൂപപ്പെട്ട് ജീവിക്കും എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഇത്തരം മനുഷ്യരായ രണ്ടാം ഗണത്തിൽപ്പെട്ട മനുഷ്യരാണ് ഈ ലോകത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള സൗഹൃദം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരാഴ്ചത്തെ അവരുടെ ആ പ്രോഗ്രാം അവസാനിക്കുകയാണ്. പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ജെയിന് മനസ്സിലാകുന്നു ഈ ഫ്രെഡ് എന്ന പേരുള്ള പയ്യൻ്റെ ബുദ്ധി വളരെ വലുതാണ്, അവൻ്റെ ലെവൽ വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വേനൽ അവധിക്ക് ഇവനെ കോളേജിൽ വിട്ട് പഠിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനം ജെയിൻ എടുക്കുന്നു. ആ തീരുമാനം ഇവളീ 7 വയസ്സുകാരൻ പയ്യനോട് പറയുന്നു. അവനത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ചു വരുന്നു. വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഈ പയ്യൻ ഇത്തരം കാര്യങ്ങളൊന്നും അമ്മയോട് പറയുന്നില്ല. അവൻ വേറൊരു ലോകത്താണ് വീട്ടിൽ വന്നിട്ടും ജീവിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ ഈ ജെയിൻ അമ്മയോട് പറയുകയാണ്, അടുത്ത അവധിക്കാലത്ത് ഈ പയ്യനെയും കൊണ്ട് ഞങ്ങൾ കോളേജിൽ പോവുകയാണ്, അവിടെ ക്വാണ്ടം ഫിസിക്സ് പഠിപ്പിക്കാനാണ് തീരുമാനം. അപ്പം ജെയിനോട് ഈ പയ്യൻ്റെ അമ്മ പറയുകയാണ്, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, എനിക്കതിന് താല്പര്യമൊന്നുമില്ല. അടുത്ത വേനലവധിക്കാലത്ത് ഞാനും ഈ പയ്യനും കൂടെ ഫ്രെഡും കൂടെ ഡിസ്നി ലാൻഡ് കാണാൻ പോവുകയാണ്, ഞങ്ങൾ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോവുകയാണ്, അല്ലാതെ കോളേജിൽ വിട്ട് പഠിപ്പിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല, അവനും താല്പര്യമില്ല. അപ്പോൾ ജെയിൻ പറയുന്നു, ഫ്രെഡിന് ഇതറിയാം, അവന് പോകാൻ താല്പര്യമുണ്ടെന്ന്. അതോടുകൂടി അമ്മയ്ക്ക് ഭയങ്കര വിഷമമാകുന്നു. അമ്മ പിന്നീട് ഇവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്നോട് ജെയിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, നീ കോളേജിൽ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ, നിനക്ക് 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അമ്മ പറയുകയാണ്, മോനെ നമുക്ക് ഡിസ്നി ലാൻഡിൽ പോകാം, നമുക്കവിടെ നീന്താനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇവൻ പറയുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജെയിനിൻ്റെ കൂടെ പോയപ്പോൾ ഡിസ്നി ലാൻഡിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ താല്പര്യവും കോളേജിൽ പോവുക ആണെന്ന് മനസ്സിലായപ്പോൾ അമ്മ തൻ്റെ നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കുകയാണ്. വളരെ സങ്കടത്തോടുകൂടി വേദനയോടുകൂടി വെക്കേഷൻ കാലത്ത് ഈ അമ്മ ഈ പയ്യനെ ജെയിൻ്റെ അടുത്ത് വീണ്ടും കൊണ്ടുപോയി വിടുകയാണ്. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ അമ്മ കൊണ്ടുപോയി വിടുന്നതും തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവൾ ജെയിനോട് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ ഉപദ്രവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, നിന്നെ ഞാൻ കൊല്ലും, ഞാൻ പറയുന്നത് ഞാൻ ചെയ്തിരിക്കും. അത്രമാത്രം വിഷമമുണ്ട് ഈ പയ്യനെ വിട്ടിട്ട് പോകുന്നതിൽ അമ്മയ്ക്ക്. പക്ഷെ പയ്യന് യാതൊരു കുഴപ്പമില്ല. അവൻ ജെയിൻ്റെ കൂടെ പോകുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുന്നു. അവനതൊക്കെ വലിയ ആവേശമാണ് കാണുന്നത്. പിന്നീട് ഇവൻ കോളേജിൽ പോകുന്നു. കോളേജിലെ മുതിർന്ന കുട്ടികളാണ്. ഇവൻ ക്ലാസ്സിൽ കയറി ചെല്ലുമ്പം മുതിർന്ന കുട്ടികളൊക്കെ ചിരിക്കുകയാണ്. കളിയാക്കി ചിരിക്കുന്നതല്ല, ഈ പയ്യൻ 8 വയസ്സുകാരൻ 7 വയസ്സുകാരൻ പയ്യൻ ഞങ്ങളോട് പഠിക്കുന്നല്ലോ, ഇത്രയും വലിയൊരു വിഷയം പഠിക്കുന്നല്ലോ ഒരു സന്തോഷവും ആകാംക്ഷയും ഒക്കെ ആയിരുന്നു അവരുടെ കണ്ണുകളിൽ. അങ്ങനെ അവൻ കോളേജിൽ പഠിക്കുന്നു. പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവന് വീണ്ടും അസ്വസ്ഥത വരികയാണ്. കാരണം അവൻ്റെ പ്രായത്തിലുള്ള ആരുമില്ല, അവനെ സ്നേഹിക്കാനോ അവനോട് സന്തോഷത്തോടെ സംസാരിക്കാനോ ആയിട്ട് ആരുമില്ല. ജെയിൻ എന്നുള്ള സ്ത്രീ ഇവനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവനെ സ്നേഹിക്കുന്നില്ല. അവൾ ഇവനെ ഉപയോഗിക്കുന്നത് ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ്, ബുദ്ധിശക്തിയുള്ള ഒരു പയ്യനായിട്ട് മാത്രമാണ് അവൾ ഇവനെ കരുതുന്നത്. ഇവന് വേണ്ട സ്നേഹമോ പരിഗണനയോ മറ്റു രീതിയിലുള്ള പരിഗണനയോ വാത്സല്യമോ ഒന്നും കൊടുക്കാൻ ജെയിന് സാധിക്കുന്നില്ല. ഇവൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാം മുതിർന്നവരാണല്ലോ, കോളേജിലെ സ്റ്റുഡൻസ് ആണല്ലോ. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് കോളേജിൻ്റെ മുന്നിലൂടെ നടന്നപ്പം കോളേജ് വിദ്യാർത്ഥികൾ ഒരാൾ ഉയർത്തിവിട്ട ഒരു ഗ്ലോബ് ഇവൻ്റെ തലയിൽ വന്ന് വീഴുന്നു. ഇവൻ ബോധരഹിതനായിട്ട് വീഴുന്നു. പിന്നീട് ഇവൻ ആ മുതിർന്ന കുട്ടിയായിട്ട് സ്നേഹത്തിലാകുകയാണ്. പക്ഷേ അവൻ്റേതായ വഴികളുണ്ട്. അവനൊരു ദിവസം പറയുകയാണ്, മോനെ എനിക്ക് എപ്പോഴും നിൻ്റെ പുറകെ നടക്കാനൊന്നും പറ്റത്തില്ല, നീ നിൻ്റെ പ്രായത്തിലുള്ള ആരെയും കൂട്ടുകാരായിട്ട് കണ്ടുപിടിക്കുക, എനിക്ക് കൂട്ടുകാരായിട്ട് എൻ്റെ പ്രായത്തിലുള്ള ആളുകളാണ് വേണ്ടത്. അതൊക്കെ അവന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അവന് സുഹൃത്തുക്കൾ ആരുമില്ല. അവൻ ജെയിൻ്റെ കൂടെ താമസം തുടരുന്നു. ജെയിനാണെങ്കിൽ എപ്പോഴും സയൻറ്റിഫിക് ആർട്ടിക്കിൾ എഴുതുന്ന തിരക്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവളുടെ ശ്രദ്ധയും ജീവിതവും എല്ലാം. ഇവനെ പരിധി വിട്ട് സ്നേഹിക്കാനോ
വാത്സല്യം പ്രകടിപ്പിക്കാനോ ഇവൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ മനസ്സിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഈ പയ്യൻ രാത്രി കിടക്കുമ്പം ദുസ്വപ്നങ്ങളൊക്കെ കാണുകയാണ്. താൻ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ടും അങ്ങനെയുള്ള സ്വപ്നങ്ങളിലൂടെ ഇവൻ പോവുകയാണ്. അങ്ങനെ ഒരു രാത്രി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദുസ്വപ്നം കണ്ട് ഇവൻ ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ് ജെയിനിൻ്റെ മുറിയിലേക്ക് വരികയാണ്. ജെയിൻ അപ്പോഴും അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തൻ്റെ സ്വപ്നം കണ്ട കാര്യമൊക്കെ പറയുമ്പം ജെയിൻ പറയുന്നത്, നീ വെള്ളം കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങാനാണ് പറയുന്നത്. ഇവൻ ആഗ്രഹിക്കുന്നത്, ഇവൻ വീട്ടിലായിരുന്നപ്പോൾ അമ്മയുടെ കൂടെ ആയിരുന്നപ്പം ഇങ്ങനെ ദുസ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ ഇവനെ കെട്ടിപ്പിടിച്ച് കിടത്തും. അപ്പോൾ ഇവനൊരു വാത്സല്യം ലഭിക്കുന്നുണ്ട്, സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അത് ജെയിൻ നൽകുമെന്ന് വിചാരിച്ച് ഇവൻ വന്നതാണ്. പക്ഷേ ജെയിൻ ഇവനെ കേവലം ഒരു പരീക്ഷണ വസ്തുവായിട്ട് മാത്രമാണ് കാണുന്നത്. അങ്ങനെ ഇവൻ സങ്കടത്തോടെ പോയി കിടക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ബുദ്ധിമാന്മാരായ കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു TV ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ ഇവനും പങ്കെടുക്കണം. ഈ സംഭവത്തോടു കൂടിയെല്ലാം ഇവൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ഇവൻ വളരെ അസ്വസ്ഥനായി. പിറ്റേ ദിവസം ഈ ജെയിൻ ഇവനെയും കൊണ്ട് ഈ ബുദ്ധിമാന്മാരായ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന TV ഷോയ്ക്ക് പോവുകയാണ്. പോയപ്പോൾ ഇവന് പാകമല്ലാത്ത ഒരു ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇവനെ ജെയിൻ കൊണ്ടുപോകുന്നത്. കാരണം ജെയിൻ അതിനൊന്നും ഒരു ശ്രദ്ധയില്ല. ഇവനാണെങ്കിൽ മനസ്സ് തകർന്നിരിക്കുകയാണ്. അപ്പോൾ TV യിലെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്, ഷോയുടെ സമയത്ത് ഇവനോട് ഷോ നടത്തുന്ന ആൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇവൻ തർക്കുത്തരമാണ് പറയുന്നത്. കൃത്യമായ ഉത്തരവൊന്നും ഇവൻ പറയുന്നില്ല. നിൻ്റെ അമ്മ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയുന്ന അമ്മ മരിച്ചു എന്നാണ് പറയുന്നത്. നിൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവൻ ക്ലാസ്സിൽ ഇവൻ്റെ കൂട്ടുകാരൻ പണ്ട് പാടിയ ഒരു തമാശ പാട്ട് പാടുന്നു. പിന്നീട് അവൻ മൈക്ക് ഊരി അവിടെ ഇട്ടിട്ട് ആ TV ഷോയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഷോ കഴിഞ്ഞ് എല്ലാവരും നോക്കിയിട്ട് ഇവനെ കാണുന്നില്ല. ജെയിൻ അവിടെ എല്ലാം അന്വേഷിച്ചിട്ടും ഇവനെ കാണുന്നില്ല. അപ്പോൾ വെക്കേഷൻ്റെ കാലത്ത് ഇവനെ ഈ ജെയിനെ ഏൽപ്പിച്ചിട്ട് ഇവൻ്റെ അമ്മ വെക്കേഷന് വേണ്ടി ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി, അമ്മയുടെ കൂട്ടുകാരൊക്കെ ആയിട്ട്. അവിടെ നിന്നുകൊണ്ട് ഈ TV ഷോ അമ്മ കാണുന്നുണ്ട്. അമ്മ മരിച്ചുപോയി എന്നൊക്കെ ഇവൻ പറയുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം വരുന്നു. എൻ്റെ കുട്ടി ഇങ്ങനെ അല്ലല്ലോ, ഇവൻ ഒത്തിരി കഴിവുള്ള ആളായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഈ TV ഷോയിൽ ഇവൻ ഇങ്ങനെയായി എന്നുള്ള ചിന്തയൊക്കെ അമ്മയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അമ്മ കാണുന്നുണ്ട്. പിന്നെ ഇവനെ കാണാതെ പോകുന്നത് ജെയിൻ ഫോൺ വിളിച്ച് അറിയിക്കുന്നു. ഇവൻ അവിടുന്ന് ബസ് കയറി ഇവൻ്റെ സ്വന്തം വീട്ടിലെത്തുകയാണ്. സ്വന്തം വീട്ടിൽ കയറി കഴിയുമ്പോൾ അവിടെ ആരുമില്ല, അമ്മ വെക്കേഷന് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ വീട്ടിൽ കയറി അതെല്ലാം, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തട്ടി തകർക്കുകയാണ്. ഒരു ഫോണൊക്കെ എടുത്ത് അടിച്ച് തകർക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ട് ആ ഇരുട്ടിൽ ഇവൻ ഇരിക്കുമ്പം ഇവൻ്റെ അമ്മയെ കാര്യം ജെയിൻ അറിയിച്ചല്ലോ. അമ്മ ഫ്ലൈറ്റ് എടുത്ത് വരികയാണ് ഇവനെ കാണാൻ വേണ്ടി. ഇവനിങ്ങനെ സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ ആ ഇരുട്ടിലൂടെ വാതിൽ തുറന്ന് അമ്മ ഇവൻ്റെ അടുത്ത് വരികയാണ്. ഇവൻ്റെ അടുത്ത് വന്ന് അമ്മ ഇരിക്കുന്നു. അമ്മ ഇവനെ കെട്ടിപ്പിടിക്കുന്നു. അമ്മ ഇവനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരുടെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ഇവൻ അമ്മയോട് പറയാണ്, അമ്മേ, എനിക്ക് അമ്മയെ ഒത്തിരി മിസ് ചെയ്തു, അമ്മയില്ലാത്തതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് അമ്മേ എന്ന് പറഞ്ഞ് ഇവൻ കരയുകയാണ്. അപ്പോൾ അമ്മ ഇവനോട് പറയാണ്, മോനെ, എനിക്ക് നിന്നെ മിസ് ചെയ്തു, നീ എൻ്റെ കൂടെ ഇല്ലാത്തതിനാൽ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറഞ്ഞ് അമ്മ ഇവനെ മാറോട് ചേർത്ത് വെച്ചിട്ട് അമ്മ ഇവനോട് പറയുകയാണ്, മോനെ, നീ ജനിച്ച നിമിഷം, നിന്നെ ആദ്യമായി ഞാൻ കണ്ട നിമിഷം എൻ്റെ മനസ്സിൽ വന്ന കാര്യം ഇതാണ്, ദിസ് കിഡ് ഈസ് എ സ്പെഷ്യൽ ചൈൽഡ്. നീ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കുട്ടിയാണ്. നീ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന കുട്ടിയാണെന്ന് എനിക്ക് അന്നേ തോന്നി. നിന്നെ ആ രീതിയിൽ വളർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ ചിലപ്പോഴൊക്കെ എൻ്റെ തീരുമാനങ്ങളിൽ എനിക്ക് പാളിച്ചകളുണ്ടായി. പൂർണ്ണമായും ചിന്തിക്കാതെയാണ് നിന്നെ സംബന്ധിച്ച പല തീരുമാനങ്ങളും ഞാൻ എടുത്തത്. മോനെ, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. നിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാനുണ്ടായിരിക്കും. ഞാനറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും ഉണ്ടാവുകയില്ല. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ നിനക്ക് സംരക്ഷകയായിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഇവൻ അമ്മയോട് പറയുകയാണ്, അമ്മേ, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ അമ്മേ എന്നിവൻ പറയുകയാണ്. അപ്പോൾ അമ്മയും തിരിച്ച് അങ്ങനെയൊക്കെ പറയുന്നു. ഈ സമയത്ത് ജെയിൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. ജെയിൻ കടന്നു വരുമ്പോൾ അമ്മയും മകനും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രംഗം കാണുമ്പോൾ അവൾ ഇവരോട് സംസാരിക്കാതെ ആ രംഗത്ത് നിന്ന് തിരികെ പോവുകയാണ്. പിന്നീട് സിനിമയുടെ അവസാനമാകുമ്പോഴത്തേക്ക് ഈ അമ്മ, DD എന്ന പേരുള്ള ഈ അമ്മ തന്നെ ഇവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ മുന്നിട്ട് നിൽക്കുകയാണ്. ജെയിൻ്റെ സ്കൂളിൽ തന്നെയാണ് ഇവൻ പഠിക്കുന്നത്. പക്ഷേ അമ്മയുടെ കൂടെ നിന്നാണ് ഇവൻ പഠിക്കുന്നത്. സ്കൂളിൽ ഇവൻ്റെ അസാമാന്യമായ ബുദ്ധിശക്തി കൊണ്ട് ഇവൻ സ്കൂളിൽ ഉന്നത നിലയിലൊക്കെ എത്തുന്നുണ്ട്. എങ്കിൽ പോലും ഇവന്
കൂട്ടുകാരിഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ അമ്മ ഇവൻ്റെ ഏറ്റവും വലിയ സംരക്ഷണമായിട്ട് കൂടെയുണ്ട്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവർ എല്ലാവരും വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവൻ്റെ അടുത്ത ജന്മദിനത്തിൽ അവൻ്റെ പുതിയ സ്കൂളിലെ ജെയിനിൻ്റെ സ്കൂളിലെ എല്ലാ കുട്ടികളും, ഇവൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വരികയും വളരെ സന്തോഷത്തോടു കൂടി ഇവർ ജന്മദിനം ആഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരില്ലാത്ത ഇവൻ്റെ സങ്കടവും വിഷമവും ഒക്കെ മാറുന്നു. സ്നേഹിക്കാൻ ആളില്ല എന്നുള്ള ഇവൻ്റെ സങ്കടവും വിഷമവും ഒക്കെ മാറുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട്, വളരെ മനോഹരമായിട്ട് തന്നെ ഈ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് ഈ അമ്മയ്ക്ക് മകനോടുള്ള വലിയ സ്നേഹവും മകന് അമ്മയോടുള്ള വലിയ സ്നേഹവുമാണ്. എന്തുമാത്രം കഴിവുകൾ കുട്ടികൾക്കുണ്ട് എങ്കിലും അമ്മയുടെ സ്നേഹം അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ മറ്റെല്ലാ കഴിവുകളും വേറെ രീതിയിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വലിയ സന്ദേശവും ഈ സിനിമ നമുക്ക് നൽകുന്നുണ്ട്. ഈ സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പം നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ശുദ്ധമാകും, നമുക്ക് കുറച്ചുകൂടെ സന്തോഷമുണ്ടാകും, നമ്മുടെ ജീവിതവും നമ്മുടെ ലോകവും കൂടുതൽ വെളിച്ചം നിറഞ്ഞതായിട്ട് നമുക്ക് തന്നെ തോന്നും. അത്രമാത്രം മനോഹരമാണ് ഈ ലളിതമായ സിനിമ.